മഹേഷിന്റെ പ്രതികാരത്തില് ഞാൻ ചെരുപ്പിടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി അടുത്ത ലൈവ് ചാനൽ തിരിച്ചു പിടിച്ചാൽ അത് അബ്ദുള്ള ബാസിലിന്റെ ഈ സ്റ്റുഡിയോ മാളം നിലനിൽക്കുന്ന പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടായിരിക്കുമെന്ന് ഞാൻ എടുത്ത ശബ്ദമാണ്. അത് നിറവേറ്റാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് വന്ന ആളാണ് ഞാൻ. ഇവിടെ ഇതിലെ പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഈ അബ്ദുള്ള ബാസിലിനെ അറിയോ? ഒരു അൺമാസ്കിംഗ് അനോമലീസ് എന്നൊരു ചാനലും സ്റ്റുഡിയോ ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ. പുള്ളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവർക്കും അറിയാമെന്നൊക്കെയാണ് പറയാനായിരുന്നു. അറിയോ? അറിയുമെങ്കിൽ പറഞ്ഞോ? അറിയില്ലല്ലോ. നിങ്ങൾ ഈ വഹാബി ആശയക്കാരായിട്ട് നിങ്ങൾക്ക് പിന്നെ ബാസിലിനെ അറിയില്ലേ? അബ്ദുള്ള ബാസിലിനെ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? പെരിയമ്പലത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് ചോദിച്ചിട്ട് ബാസിലിനെ കുറിച്ച് ആർക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അബ്ദുള്ള ബാസിൽ ഭയങ്കര ഓഫ്ലൈൻ അഡ്രസ്സാണ് എന്ന് പറഞ്ഞപ്പോൾ എവിടെ ചോദിച്ചാലും അറിയാന്ന്. പോയേ കയ്യിന്ന് പോയേ പിന്നെ പോയേ ഭയങ്കര ഫേമസ് ആണെന്നാ പറഞ്ഞത്. അൺമാസ്കിംഗ് അനോമലീസ്. അബ്ദുള്ള ബാസിൽ എന്നാണ് ആളുടെ പേര്. ഡോക്ടറാണ്, പല്ല് ഡോക്ടറാണ്. ഇവിടെ ആർക്കും അങ്ങനെ അബ്ദുള്ള ബാസിലിനെ അറിയില്ല, അബ്ദുള്ള ബാസിലിന്റെ UA എന്ന് പറയുന്ന സ്റ്റുഡിയോനെ അറിയില്ല. അപ്പൊ ഓഫ്ലൈൻ അഡ്രസ് ഉണ്ട് എന്നൊക്കെ വെറുതെ തട്ടിപ്പ് പറയുന്നതാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പുളിക്കലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പുളിക്കലാണ്. ഇതാ ആ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ചാനൽ കിട്ടിയിട്ട് 2-3 ദിവസമാണ്. എനിക്ക് ഇന്നാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. ഒരു അബ്ദുള്ള ബാസിൽ എന്ന ഒരു കൃമികീടം, അങ്ങനെ തന്നെ ഒരു കൃമികീടം ഞൊളച്ചാൽ ലിയാക്കത്ത് ഇതൊക്കെ പൂട്ടിക്കെട്ടി പോകും എന്ന് അബ്ദുള്ള ബാസിലിനോട് പറഞ്ഞ പടുവിഡ്ഢി ആരാണ്? അബ്ദുള്ള ബാസിൽ കൊടുത്ത വ്യാജ കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ, സംഘടിതമായിട്ടുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളിൽ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതി കേസ് വരുന്ന ഘട്ടത്തിൽ അബ്ദുള്ള ബാസിൽ ഒറ്റപ്പെട്ടു. അങ്ങനെ അബ്ദുള്ള ബാസിൽ ഒറ്റപ്പെടുകയും അബ്ദുള്ള ബാസിൽ അല്ലാത്ത ആളുകളെല്ലാം കേസിൽ നിന്ന് പിന്മാറുകയും അവരാരും ഈ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയോ വക്കീലിനെ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സമയം തീരെ ശരിയല്ല. പൊളിച്ചടുക്കുകയും അബ്ദുള്ള ബാസിലിന്റെ എല്ലാ കലാപരിപാടികളും പൊളിഞ്ഞു പാളിസാവുകയും ചെയ്ത വിവരം വ്യസന സമേതം എല്ലാ നാട്ടുകാരെയും പുളിക്കൽക്കാരെയും അറിയിച്ചു കൊള്ളുന്നു. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. ഹൈക്കോടതി എന്റെ റിട്ട് പെറ്റീഷൻ സ്വീകരിച്ചത്, ഇവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടതും അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം പോയിട്ടാണ് അബ്ദുള്ള ബാസിൽ വക്കീലിനെ കാണുകയും പരാതി ഡ്രാഫ്റ്റ് ചെയ്യുകയും 13-ാം തീയതി ജില്ലാ കോടതിയിൽ പരാതി കൊടുക്കുകയും ചെയ്യുന്നത്. അബ്ദുള്ള ബാസിലിന്റെ കേസ് കോടതി തള്ളിയില്ലെങ്കിൽ, അത് കോടതി ഫയലിൽ സ്വീകരിച്ചാൽ, വാദത്തിനേക്ക് എടുത്താൽ അബ്ദുള്ള ബാസിൽ ആ കേസിൽ അബ്ദുള്ള ബാസിൽ നൽകിയ കേസിലെ കോടതിയിൽ ഒരു വക്കീലായിട്ട് അല്ലെങ്കിൽ വക്കീലിന്റെ റോൾ എടുത്തത് എനിക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പൊ അന്ന് നമുക്ക് കോടതിയിൽ കാണാം എന്നാണ് അബ്ദുള്ള ബാസിലോട് ഇനി പറയാനുള്ളത്. അവന്റെ ഒക്കെ പിന്നെ വീഡിയോകൾ, അതിനൊക്കെ മറുപടി പറയുമ്പോൾ ആ മറുപടിക്ക് മറുപടി പറയാനുള്ള പാങ്ങില്ലാതെ ചാറില്ലാതെയും ഗൂഢാലോചന നടത്തിയിട്ട് ഇങ്ങനത്തെ കുതന്ത്രം പയറ്റിയിട്ടൊക്കെ എന്നെ നേരിടാമെന്ന് അബ്ദുള്ള ബാസില് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അബ്ദുള്ള ബാസിൽ നീ എന്ത് വലിയ വിഡ്ഢിയാണെന്ന് ആലോചിക്കും. അതേപോലെ തന്നെ അബ്ദുള്ള ബാസിന്റെ സ്റ്റുഡിയോ അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. അബ്ദുള്ള ബാസിനെ ഇവിടെ ആർക്കും അറിയില്ല, അതിന്റെ കുറ്റമല്ല. അബ്ദുള്ള ബാസിൽ എന്താണ് ഓഫ്ലൈൻ അഡ്രസ് ഉള്ള ആളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ വന്ന് അന്വേഷിച്ച ബാസിലിനെ കുറിച്ച് അറിയും, സ്റ്റുഡിയോ ആണെങ്കിൽ. അപ്പൊ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവന്റെ മോളിൽ ഒരു ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് വെക്കുന്നത്. ഏതോ മാളത്തിനടിയിൽ ഏതോ പിന്നെ വീടിന്റെ തട്ടുമ്പുറത്തോ ആയിരിക്കും ഇവരുടെ സ്റ്റുഡിയോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറയുന്നതുമായി ബന്ധപ്പെട്ട ഉറപ്പുണ്ടെങ്കിൽ, അതിന്റെ ഈമാൻ ഉറപ്പുണ്ടെങ്കിൽ സംഭവത്തിന് വാ. അല്ല അന്യം കൊണ്ട് തീരെ കൂട്ടിയാ കൂടൂലേ. ഇജ് ഉഹദിൽ നബി കടന്ന മാതിരി കടന്നാളാ, മുണ്ടണ്ട. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.